everyone, it's me Nihara. അപ്പോൾ നമ്മൾ കൊവൻട്രിയിലെ ബുഫേ സീരീസിലെ മൂന്നാമത്തെ സ്പോട്ടാണ് കേട്ടോ ഇത്. ഞാൻ ഈ സ്പോട്ട് എവിടെയാണ് ഞാൻ എൻ്റെ വീഡിയോ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ആംബിയൻസും അതേപോലെ നല്ല ഡെക്കറേഷൻസും സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സ്പോട്ടാണിത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഏഷ്യൻ ഫുഡ്, ഒരു ചൈനീസ്, ജാപ്പനീസ്, ഇന്ത്യൻ സ്റ്റൈൽ ഫുഡൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അതിനുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ സ്റ്റാർട്ടേഴ്സിലാണ് തുടങ്ങുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ സൂഷിയൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വെറൈറ്റീസ് ഓഫ് സൂഷീസും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ നാച്ചോസ്, ഒണിയൻ റിങ്സ്, പിന്നെ ചിക്കൻ്റെ അതേ തന്നെ കുറേ ഫ്രൈഡ് ഐറ്റംസ് ഉണ്ട്, പിന്നെ ഫ്രൈഡ് പ്രോൺസ്, പിന്നെ അതേപോലെ തന്നെ സ്ക്വിഡ്. അപ്പൊ മെയിൻ കോഴ്സിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യനും അതേപോലെ തന്നെ ചൈനീസ് ആണ് മെയിൻ ആയിട്ട് അവിടെ ഉള്ളത്. ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഉണ്ട്, അതേപോലെ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ ഉണ്ട്, പിന്നെ നൂഡിൽസ് ഉണ്ട്, പിന്നെ പ്രോൺസിന്റെ എന്തോ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഇതിന്റെയൊക്കെ പേര് എന്താണെന്ന് അറിയില്ലായിരുന്നു. അതിനകത്ത് ഒരു ബണ്ണും ഒത്തിരി സാധനം ഉണ്ടായിരുന്നു, സ്റ്റീം ചെയ്തെടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പേര് എനിക്ക് മറന്നു പോയി ഞാൻ. പിന്നെ ഇന്ത്യൻ സ്റ്റൈലായിട്ട് മെയിൻ ആയിട്ട് ബിരിയാണി, പുലാവ്, പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ചിക്കൻ കറിയും, പിന്നെ അതേപോലെ തന്നെ ടിക്ക മസാലയും കബാബും, പിന്നെ മട്ടൻ കുറുമ അങ്ങനത്തെയൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ബെയിൽപൂരിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നേരെ ഡെസേർട്സിലാണ് കേട്ടോ. ഞാൻ എല്ലാ മെയിൻ കോഴ്സ് ഐറ്റംസ് ഒന്നും എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം അത്ര എൻ്റെ വയറ്റിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഡെസേർട്സിലാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ്. കുറേ ടൈപ്പ് കേക്കും, അതേപോലെ കുറേ ടൈപ്പ് സ്വീറ്റ്സും, പിന്നെ ഐസ്ക്രീംസ് തന്നെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ജെല്ലീസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡെസേർട്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ലാസ്റ്റ് കുറച്ചൊരു സ്പേസ് വെച്ചിട്ട് കഴിച്ചോട്ടോ, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല. എനിക്ക് തന്നെ എടുത്തിട്ട് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പം പെർ പേഴ്സണിന് എത്ര പൈസ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3.99 എന്തോ ആണ്. പിന്നെ നിങ്ങൾ NHSലൊക്കെയാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ 10% ഓഫ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊവൻട്രി സിറ്റി സെന്ററിന്റെ അടുത്ത്, നമ്മൾ ഐസ്ലാൻഡിന്റെ അടുത്തുള്ള സ്മോക്കിംഗ് ഹോട്ട് ഗ്രില്ലാണ് ഈ റെസ്റ്റോറന്റിന്റെ പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമന്റിൽ പറഞ്ഞോട്ടോ എങ്ങനെയുണ്ടെന്ന്. ബൈ.